ബ്രൂവറിയിൽ ഇങ്ങനെ പുതിയ ആരോപണങ്ങൾ വരുന്നു. കവിത ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ബ്രൂവറി വീണ്ടും കലങ്ങുകയാണോ? അല്ല, അത് നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച ഒരു ആരോപണമാണ്. അത് തെലങ്കാന മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം. അവർ കേസ് ഫയൽ ചെയ്യട്ടെ. പക്ഷേ ഇതിനകത്ത് വലിയ തോതിലുള്ള അഴിമതിയുണ്ട്. ഡൽഹി അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആ അഴിമതി കേസിൽ ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഈ അഴിമതിയുടെ ആഴം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരോരും അറിയാതെ കേരളത്തിൽ വന്ന് ഒരു ഡിസ്റ്റിലറി, ബ്രൂവറി, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബോട്ടിലിംഗ്, ബ്രൂവറി, അതോടൊപ്പം തന്നെ വൈനറി, പിന്നീട് എത്തനോൾ, 6 നിർമ്മാണ പ്ലാന്റുകൾ കുടിവെള്ളം കിട്ടാത്ത എലപ്പുള്ളിയിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് കർഷക ദ്രോഹമാണ്, അവിടുത്തെ ജനങ്ങൾക്കെതിരായ ഒരു നിലപാടാണ്. അപ്പോൾ ഇതിനകത്ത് വൻ അഴിമതി ഉണ്ട് എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കാര്യങ്ങൾ വരികയുള്ളൂ. ഗവൺമെൻറ്റിന് ഇത്ര നിർബന്ധം എന്താണ് ഇതിവിടെ വേണമെന്ന്? കുടിക്കാൻ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാത്ത സ്ഥലത്താണ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഇതെവിടുത്തെ നടപടിയാണ്? ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് ഇതിനെതിരായി ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അന്വേഷണമല്ല, ഇത് പിൻവലിക്കുകയാണ് വേണ്ടത്. ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം എങ്ങനെ മദ്യനയത്തിൽ മാറ്റം വന്നു എന്നറിഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് മാത്രം എങ്ങനെ പ്രൊജക്റ്റ് വാങ്ങി? മറ്റാരെയും അറിയിച്ചില്ലല്ലോ. നയനാർ ഗവൺമെൻറ് കാലത്ത് മദ്യനയത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു, ആളുകൾ അപേക്ഷ കൊടുത്തു, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് 1999 ഇനിമേൽ കേരളത്തിൽ ഡിസ്റ്റിലറികൾ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതിയുണ്ട്, നിക്ഷിപ്ത താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതെല്ലാം നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അവരുടെ കൈകൾ ശുദ്ധമല്ല. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന നിർബന്ധ ബുദ്ധി, എക്സൈസ് വകുപ്പ് കാണിക്കുന്ന കടുംപിടുത്തം, ഇതെല്ലാം കാണിക്കുന്നത് അവർക്ക് ജനങ്ങളുടെ കുടിവെള്ളത്തേക്കാൾ വലുത് മദ്യ നിർമ്മാണ കമ്പനിയാണ് എന്നുള്ളത്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.